2026 ഫെബ്രുവരി അവസാന വാരത്തിൽ IRGC അനുകൂല സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പുറത്തുവിട്ട ഡ്രോൺ ദൃശ്യങ്ങളിൽ കിലോമീറ്ററുകളോളം നീളത്തിൽ കൃത്യമായി കുഴിച്ചുവെച്ച ആയിരക്കണക്കിന് ശൂന്യമായ ശവക്കുഴികൾ കാണാമായിരുന്നു. ഇത് വെറുമൊരു നിർമ്മാണ പ്രവർത്തനമായിരുന്നില്ല, മറിച്ച് ശത്രുക്കൾക്കുള്ള ഒരു വിഷ്വൽ വാണിംഗ് ആയിരുന്നു. ബെഹ്ഷ് ഇ സഹ്റ എന്ന പേരിന്റെ അർത്ഥം സഹ്റയുടെ പറുദീസ എന്നാണ്. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ മകൾ ഫാത്തിമ സഹ്റയുടെ പേരിൽ അറിയപ്പെടുന്ന ഈ പുണ്യഭൂമി ഇറാനിയൻ ജനതയ്ക്ക് വെറുമൊരു ശ്മശാനമല്ല, അത് വിപ്ലവത്തിന്റെയും രക്തസാക്ഷിത്വത്തിന്റെയും പ്രതീകമാണ്. എന്നാൽ 2026 ഫെബ്രുവരിയിൽ ഈ മണ്ണ് ലോകത്തിന് നൽകിയത് തികച്ചും വ്യത്യസ്തവും ഭീതിജനകവുമായ ഒരു സന്ദേശമായിരുന്നു. ഇറാൻ ഭരണകൂടത്തിന് ഇതൊരു വിശുദ്ധ ഭൂമിയാണ്, എന്നാൽ വിമതർക്ക് ഇതൊരു ഭയത്തിന്റെ പ്രതീകം കൂടിയാണ്. രാജ്യത്തിന്റെ ഓരോ വലിയ രാഷ്ട്രീയ മാറ്റങ്ങളും ആദ്യം പ്രതിഫലിക്കുന്നത് ബെഹ്ഷ് ഇ സഹ്റയിലെ കല്ലറകളിലാണ്. ഇവിടുത്തെ ഓരോ കല്ലിനും ഓരോ യുദ്ധത്തിന്റെ കഥ പറയാനുണ്ട്. പതിനായിരക്കണക്കിന് പോരാളികളുടെ ചോരയുറഞ്ഞ ഈ മണ്ണ് ഇറാന്റെ രാഷ്ട്രീയ ചതുരംഗ പലകയിലെ ഏറ്റവും വലിയ കരുനീക്കമാണ്. മരണം പോലും തോറ്റുപോയ വിപ്ലവകാരികളുടെ ഈ വിശ്രമ സ്ഥലം ഇറാന്റെ ശത്രുക്കൾക്ക് നേരെ ഉയർത്തിപ്പിടിച്ച ഒരു റെഡ് സിഗ്നലാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ആത്മാവ് കുടികൊള്ളുന്ന ഇടമായാണ് ഇത് വിശേഷിപ്പിക്കപ്പെടുന്നത്. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷ തകർക്കാൻ ശ്രമിക്കുന്ന വിദേശ ഏജന്റുകൾക്കും പ്രക്ഷോഭകാരികൾക്കും വേണ്ടി സ്ഥലം ഒരുങ്ങിക്കഴിഞ്ഞു എന്നതായിരുന്നു ഇതിന്റെ പരോക്ഷമായ അർത്ഥം. എതിരാളികളിൽ മാനസികമായ തളർച്ചയുണ്ടാക്കുക. ഏതൊരു വലിയ പ്രതിസന്ധിയെയും നേരിടാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് സജ്ജമാണ് എന്ന് കാണിക്കാനാണ് സ്റ്റേറ്റ് മീഡിയ ഈ ദൃശ്യങ്ങൾ ഉപയോഗിച്ചത്. യുദ്ധമുണ്ടായാലും ആഭ്യന്തര കലാപമുണ്ടായാലും ഭരണകൂടം തങ്ങളുടെ ശത്രുക്കളെ കൈകാര്യം ചെയ്യാൻ എല്ലാ അർത്ഥത്തിലും തയ്യാറെടുത്തിരിക്കുന്നു എന്ന ഈ ദൃശ്യങ്ങൾ ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഇറാന്റെ മണ്ണിൽ കാലുകുത്തുന്ന അധിനിവേശ ശക്തികൾക്ക് ഇവിടെ ശവക്കുഴികൾ മാത്രമേ ലഭിക്കൂ എന്ന ദേശീയവാദപരമായ പ്രചാരണമാണ് ഇതിലൂടെ നടന്നത്. ചരിത്രപരമായ പ്ലോട്ടുകളിൽ പുതിയ നിർമ്മാണങ്ങൾ നടത്തുന്നതിലൂടെ പഴയകാലത്തെ ശത്രുക്കളെ, അതായത് മുൻകാല വിമതരെ മായ്ച്ചു കളയുകയും പുതിയ വെല്ലുവിളികൾ നേരിടാൻ ഈ പ്രദേശം പുനർനിർമ്മിക്കുകയും ചെയ്യുന്നു എന്ന നിലപാടാണ് അധികൃതർ സ്വീകരിച്ചത്. ഇത് ഭരണകൂടത്തിന്റെ പിൻവാങ്ങാത്ത നിലപാടിന്റെ അടയാളമായി ചിത്രീകരിക്കപ്പെട്ടു. ടെഹ്റാന്റെ തെക്കൻ അതിർത്തിയിൽ കിലോമീറ്ററുകളോളം പരന്നുകിടക്കുന്ന ഈ പ്രദേശം കേവലം മൃതദേഹങ്ങൾ അടക്കം ചെയ്ത ഒരിടമല്ല, മറിച്ച് ഇറാന്റെ ആധുനിക ചരിത്രത്തിലെ ഏറ്റവും വലിയ പോരാട്ടങ്ങളുടെ സാക്ഷ്യപത്രമാണ്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന്റെ കനലുകളിൽ നിന്നാണ് ഈ മണ്ണിന്റെ രാഷ്ട്രീയ പ്രാധാന്യം തുടങ്ങുന്നത്. ഷാ ഭരണകൂടത്തിനെതിരെ തെരുവിലിറങ്ങി ജീവൻ ബലി നൽകിയ വിപ്ലവകാരികൾ മുതൽ 8 വർഷം നീണ്ട ഇറാൻ-ഇറാഖ് യുദ്ധത്തിൽ വീരമൃത്യു വരിച്ച പതിനായിരക്കണക്കിന് സൈനികർ വരെ ഇവിടെയാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. 1980 മുതൽ 88 വരെ ഇറാൻ-ഇറാഖ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ലക്ഷക്കണക്കിന് സൈനികരുടെ മൃതദേഹങ്ങൾ ഇവിടെയാണ് സംസ്കരിച്ചിരിക്കുന്നത്. ഇവിടെയുള്ള ഓരോ കല്ലറയ്ക്ക് മുകളിലും കൊല്ലപ്പെട്ട സൈനികന്റെ ചിത്രമുണ്ട്. ചെറിയൊരു അലമാരയിൽ അവരുടെ വ്യക്തിപരമായ വസ്തുക്കൾ, ചീപ്പ്, ഖുറാൻ, കണ്ണാടി തുടങ്ങിയവ സൂക്ഷിച്ചിരിക്കുന്നത് കാണാം. യുദ്ധത്തിലെ രക്തച്ചൊരിച്ചിലിനെ അനുസ്മരിപ്പിക്കാൻ ചുവന്ന നിറത്തിലുള്ള വെള്ളം ചീറ്റുന്ന ഒരു ഉറവ ഇവിടെ ഉണ്ടായിരുന്നു. ഓരോ ശവകുടീരത്തിനു മുന്നിലും വെച്ചിരിക്കുന്ന രക്തസാക്ഷികളുടെ ചിത്രങ്ങളും അവരുടെ പോരാട്ട വീര്യത്തിന്റെ സ്മരണകളും ഇന്നും ആ പ്രദേശം ഒരു സജീവ യുദ്ധക്കളമാണ് എന്ന തോന്നലുളവാക്കുന്നു. പറുദീസ എന്ന പേരിന്റെ രാഷ്ട്രീയ വായനയെക്കുറിച്ച് ഇറാനിയൻ സൈനിക വൃത്തങ്ങൾ പ്രചരിപ്പിച്ച ന്യായം ഇങ്ങനെയാണ്: രക്തസാക്ഷികൾക്ക് ഇത് പറുദീസയാണ്, എന്നാൽ രാജ്യദ്രോഹികൾക്ക് ഇത് നരകത്തിന്റെ വാതിലാണ്. പേരിന്റെ വിശുദ്ധിയെ സംരക്ഷിക്കാൻ ഏതു കടുത്ത നടപടിക്കും ഭരണകൂടം മടിക്കില്ല എന്ന സന്ദേശം ഇതിലൂടെ അവർ കൈമാറി. 15 വർഷത്തെ പ്രവാസത്തിനു ശേഷം 1979 ഇറാനിൽ തിരിച്ചെത്തിയ അയത്തുള്ള ഖമേനി തന്റെ ആദ്യത്തെ ചരിത്രപ്രധാനമായ പ്രസംഗം നടത്തിയത് ബെഹ്ഷ് ഇ സഹ്റയിൽ വെച്ചായിരുന്നു. വിപ്ലവത്തിൽ കൊല്ലപ്പെട്ട ആയിരക്കണക്കിന് ആളുകൾ ഇവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്. അതിനാൽ ഇതൊരു രാഷ്ട്രീയ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. ഇറാന്റെ ആത്മീയ നേതാവായിരുന്ന അയത്തുള്ള ഖമേനിയുടെ സ്മൃതി മണ്ഡപം ഈ പ്രദേശത്തെ കേവലം ഒരു ശ്മശാനത്തിൽ നിന്നും രാജ്യത്തിന്റെ രാഷ്ട്രീയ സിരാകേന്ദ്രമായി മാറ്റിയിരിക്കുന്നു. ഇവിടുത്തെ ഓരോ രക്തസാക്ഷി വാരവും ഇറാൻ ജനതയ്ക്ക് നൽകുന്ന സന്ദേശം ഒന്നാണ്: രാജ്യത്തിന്റെ പരമാധികാരത്തിനു വേണ്ടി ജീവൻ നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. വിദേശ ശക്തികൾ ഇറാനെതിരെ സൈനിക നീക്കത്തിന് ആലോചിക്കുമ്പോൾ അവർ ആദ്യം നോക്കുന്നത് ഈ ലക്ഷക്കണക്കിന് ശവകുടീരങ്ങളിലേക്കാണ്. കാരണം സ്വന്തം ജീവനേക്കാൾ രാജ്യത്തിന്റെ ആത്മാഭിമാനത്തിന് വില നൽകുന്ന ഒരു ജനതയുടെ പോരാട്ട വീര്യത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് ബെഹ്ഷ് ഇ സഹ്റ.
2026 ഫെബ്രുവരി ബഹഷ്കെ ഈ സഹറയിലെ ആ ശൂന്യമായ ശവക്കുഴികൾ ഇറാന്റെ പ്രതിരോധത്തിന്റെ വിചിത്രവും എന്നാൽ ശക്തവുമായ ഒരു അടയാളമായിരുന്നു. ശത്രു രാജ്യങ്ങൾ ഇതിനെ ഒരു ഭീഷണിയായി കണ്ടപ്പോൾ ഭരണകൂടം ഇതിനെ അജയ്യമായ സുരക്ഷാ കവചം എന്നാണ് വിശേഷിപ്പിച്ചത്. ടെഹ്റാന്റെ തെക്ക് ഭാഗത്തായി ഏകദേശം 1320 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശ്മശാനങ്ങളിൽ ഒന്നാണ്. 1970-ലാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത്.